കരിയർ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SLCയുടെ റിസൾട്ട് വന്നു. പാസ്സായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർക്ക് കുറഞ്ഞവരോട് ഇതേപോലെ SLCക്ക് വെറും 242 മാർക്ക് മേടിക്കുകയും തുടർന്ന് നന്നായി പഠിച്ച് IAS ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയുണ്ട്, അൽഫോൺസ് കണ്ണന്താനം. അതുപോലെ SLC തോൽക്കുകയും പിന്നീട് ജയിച്ച് തുടർന്ന് നന്നായി പഠിച്ച് IPS ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയുണ്ട്, P. വിജയൻ. അതെ, ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾക്കും സാധിക്കും. ഇന്ന് SLCക്ക് ശേഷം, അതായത് 10ന് ശേഷം ഉള്ള 10 വിവിധ കോഴ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടാതെ സയൻസ് ഗ്രൂപ്പ്, ബയോളജി ഇല്ലാത്ത സയൻസ് ഗ്രൂപ്പ് എടുത്താൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റുമോ? എങ്കിൽ ഏതിനൊക്കെ പറ്റും? അതുപോലെ തന്നെ CA കിട്ടാൻ സയൻസ് ഗ്രൂപ്പാണോ വേണ്ടത്, കൊമേഴ്സ് ഗ്രൂപ്പാണോ വേണ്ടത്? അതേപോലെ IASന് ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? പിന്നെ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ BScക്ക് പഠിക്കാൻ പറ്റുമോ? അതുപോലെ പഠിക്കാൻ അധികം താല്പര്യമില്ലാത്തവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സുകൾ ഏത്? ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. SLCക്ക് ശേഷമുള്ള ഉപരിപഠന സാധ്യതകളിൽ ആദ്യം പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഇതിൽ 3 സ്ട്രീമുകളാണ് ഉള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. മൊത്തം 46 സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് ഉള്ളത്. സയൻസിൽ 10, കൊമേഴ്സിൽ 4, ഹ്യൂമാനിറ്റീസിൽ 32 കോമ്പിനേഷനുകൾ. 10 വരെ പഠിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഹയർ സെക്കൻഡറി. 10ാം ക്ലാസ്സിൽ കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ടാകും. ഇവിടെ കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 46 കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, SLCയിൽ ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ്, അതുമല്ലെങ്കിൽ SS, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കാം. അപ്പോൾ SLCയുടെ ഒക്കെ സമയത്ത് നിങ്ങൾ വീട്ടുകാരോടൊക്കെ പറയും, പഠിക്കാൻ വയ്യ, ഇനി ഇതെടുക്കാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പ്രയാസമുള്ള സബ്ജക്റ്റുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ പഠിക്കാം. അപ്പോൾ എന്ത് സുഖമായിരിക്കും എന്നറിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും. സയൻസ് സ്ട്രീമിൽ 10 കോമ്പിനേഷനുകളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് കോഴ്സ് കോഡ് എന്നാണ് ഓരോ കോമ്പിനേഷനും പറയുക. അതിലൊന്നാമത്തത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ മേഖലകളിലും എൻജിനീയറിംഗ് മേഖലകളിലേക്കും പോവാം. അതായത് എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, MBBS, BDS, BAMS, BHMS, BUMS, BNYS, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രീസ്, വെറ്റിനറി, ഡയറി സയൻസ്. മാത്രമല്ല BPharmനും പാരാമെഡിക്കൽ കോഴ്സിനും ശാസ്ത്ര പഠനത്തിനും, അതായത് BScക്കും തുടർന്ന് പഠിക്കാം. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. ഇവിടെ മാത്സ് ഇല്ല, പകരം ഹോം സയൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ 7ാമത്തെ കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്. ഇവിടെയും മാത്സ് ഇല്ല. 9ാമത്തെ കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി. ശ്രദ്ധിക്കേണ്ട കാര്യം,
മാത്സ് ഇല്ലാത്ത കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് മേഖലകളിൽ പോകാൻ പറ്റില്ല. മൂന്നാമത്തെ കോമ്പിനേഷൻ, ഇതിൽ ബയോളജി ഇല്ല, പകരം ഹോം സയൻസ് ആണ് ഉള്ളത്. ബയോളജി ഇല്ലാത്ത കോമ്പിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ അനുബന്ധ മേഖലയായ ബിഫാം, BASLP തുടങ്ങിയ കോഴ്സുകളിൽ മാത്രമാണ് തുടർന്ന് പ്രവേശനം ലഭിക്കുകയുള്ളൂ. മറ്റു മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. സയൻസിലെ മൊത്തം 10 കോമ്പിനേഷനിൽ ഒന്നാമത്തെ കോമ്പിനേഷനിലും രണ്ടാമത്തെ കോമ്പിനേഷനിലും 9ാമത്തെ കോമ്പിനേഷനിലും മാത്രമാണ് ബയോളജി ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു കോമ്പിനേഷനിൽ ബയോളജിക്ക് പകരം ജിയോളജി, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളാണ് ഉള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, ബിഫാമിൻ്റെ യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, അതിനോടുകൂടി മാത്സ് അല്ലെങ്കിൽ ബയോളജി, ഇതാണ് യോഗ്യത. ഇപ്പോൾ അടുത്ത് ഒരു കുട്ടി എന്നെ സമീപിക്കുകയുണ്ടായി. സയൻസ് പഠിച്ച കുട്ടിയാണ്. അവന് തുടർ പഠനത്തിന് ഏത് വിഷയം എടുക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻട്രൻസ് ഒന്നും അവൻ എഴുതുന്നില്ല. അപ്പോൾ ഞാൻ BSc ഫിസിക്സ് എടുത്തോളൂ, നല്ല വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് BSc ഫിസിക്സ് ഭയങ്കര ടഫാണ്. അങ്ങനെയെങ്കിൽ മാത്സ് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ കണക്കാണ് എന്നാണ് അവൻ്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ ബോട്ടണി, സുവോളജി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പെൺകുട്ടികൾ പഠിക്കുന്ന സബ്ജക്റ്റാണ്. യഥാർത്ഥത്തിൽ അവന് സയൻസിലെ ഒരു വിഷയത്തിനോടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് സയൻസ് എടുത്ത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നു സയൻസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത, സയൻസ് എടുത്ത എല്ലാ കോഴ്സുകളിലേക്കും, BComൻ്റെ തുടർ പഠനങ്ങളിലേക്കും ഹ്യൂമാനിറ്റീസിൻ്റെ തുടർ പഠനങ്ങളിലേക്കും പോകാമെന്ന്, അതുകൊണ്ടാണ് എടുത്തതെന്ന്. ഇങ്ങനെയാണ് പലരുടെയും ചിന്താഗതി. ഒന്ന് ചോദിച്ചോട്ടെ, കൊമേഴ്സിൻ്റെ തുടർ പഠനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ +2 തന്നെ കൊമേഴ്സ് എടുക്കുകയല്ലേ നല്ലത്? അതേപോലെ ഹ്യൂമാനിറ്റീസിൻ്റെ തുടർ പഠനമാണെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ് എടുക്കുകയല്ലേ നല്ലത്? യഥാർത്ഥത്തിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 കോഴ്സുകളും നല്ലതാണ്, നല്ല കുട്ടികൾ വരികയാണെങ്കിൽ. ഉദാഹരണത്തിന് സജാദ്, മലപ്പുറംകാരൻ, IAS സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായ വ്യക്തി, മിടുക്കനായ വ്യക്തിയാണ്. പക്ഷെ അവൻ SLCക്ക് പഠിക്കുന്ന സമയത്ത് ഒന്നും ഉഴപ്പി, അതുകൊണ്ട് തന്നെ സയൻസ് എടുക്കാൻ പറ്റിയില്ല +2. അവസാനം ഹ്യൂമാനിറ്റീസാണ് എടുത്തത്. നന്നായി പഠിച്ചു, IAS സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ മിടുക്കരായ കുട്ടികളാണെങ്കിൽ സയൻസ് അല്ല കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലും നല്ല സാധ്യതകളാണ് ഉള്ളത്. കൊമേഴ്സിൽ 4 സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, മാത്സ്. CA പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചിലർ സയൻസ് ഗ്രൂപ്പ് എടുക്കാറുണ്ട്. അതിന് കാരണം സയൻസിലെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാത്സ് CAക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കോമ്പിനേഷൻ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൊമേഴ്സിനോടൊപ്പം തന്നെ മാത്സും കൂടി പഠിക്കാൻ പറ്റുന്നു. ഇത് CA പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടും. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BCom ഹോണേഴ്സ്, BA ഇക്കണോമിക് ഓണേഴ്സ് തുടങ്ങിയ കോഴ്സുകൾക്ക് മാത്തമെറ്റിക്സ് നിർബന്ധമാണ്. അതിനും ഈ കോമ്പിനേഷൻ പ്രയോജനപ്പെടും. മാത്സ് ഉള്ള കൊമേഴ്സുകാർക്ക് ചില യൂണിവേഴ്സിറ്റികൾ BSc മാത്തമാറ്റിക്സിനും പ്രവേശനം നൽകുന്നുണ്ട്. തൊട്ടടുത്ത കോമ്പിനേഷൻ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് പഠിച്ചാൽ
BSc സ്റ്റാറ്റിസ്റ്റിക്സിന് പോകാൻ സാധിക്കും. മൂന്നാമത്തെ കോമ്പിനേഷൻ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. നാലാമത്തത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ. കേരളത്തിലുള്ള ഒരുവിധം സ്കൂളുകളിലും ഈ കോമ്പിനേഷനാണ് ഉള്ളത്. കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CA, CMA, CS, ACCA, മാനേജ്മെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ പോകാം. മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. ഇതിൽ 32 സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് ഉള്ളത്. മനസ്സിലാക്കുക, അത്രയും സാധ്യതകളാണ് ഹ്യൂമാനിറ്റീസ് വിഷയത്തിനുള്ളത്. IAS ആവാനാണ് ആഗ്രഹമെങ്കിൽ എല്ലാ കുട്ടികളും ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലേക്കാണ് പ്രവേശിക്കുന്നത്. ജേർണലിസം, സൈക്കോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സോഷ്യൽ വർക്ക് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലേക്ക് പോകാൻ ഹ്യൂമാനിറ്റീസ് വഴി സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നതാണ് VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണിത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് പുറമെ ഒരു കൈത്തൊഴിൽ കൂടി ഇവിടെ പഠിപ്പിക്കുന്നു. മൂന്നാമത് IHRDയുടെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള കോഴ്സാണിത്. ഫിസിക്കൽ സയൻസ്, ഇൻ്റഗ്രേറ്റഡ് സയൻസ് എന്നിങ്ങനെ 2 കോഴ്സുകളാണ് ഉള്ളത്. ഫിസിക്കൽ സയൻസിൽ ബയോളജി സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ, പാരാമെഡിക്കൽ മേഖലകളിലുള്ള തുടർ പഠനത്തിന് ഈ കോഴ്സ് എടുത്താൽ പോകാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ആണ് എടുക്കേണ്ടത്. നാലാമതായിട്ട് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ്. 3 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ലഭിക്കാൻ ഇതുവഴി സാധിക്കുന്നു. കോഴ്സ് കഴിഞ്ഞാൽ BTechന് ലേറ്ററൽ എൻട്രി വഴി 2ാം വർഷം മുതൽ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. കമ്പനികളിലും വ്യവസായ മേഖലകളിലും മിഡിൽ മാനേജ്മെൻറ്റ് രംഗത്ത് ധാരാളം തൊഴിൽ അവസരങ്ങൾ ഉണ്ട്. 5ാമതായിട്ട് വരുന്ന കോഴ്സാണ് ITI. പഠിക്കാൻ അധികം താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ കോഴ്സാണിത്. സ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയുള്ള കോഴ്സാണ്. ഇന്ത്യൻ റെയിൽവേ, ISRO തുടങ്ങിയവയിലും സ്വദേശത്തും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ട്. സ്വന്തമായി തൊഴിൽ തുടങ്ങുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇതുവഴി സാധിക്കുന്നു. 6ാമതായി പറയുന്ന കോഴ്സാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. 9 മാസത്തെ പഠനവും 3 മാസത്തെ ട്രെയിനിങ്ങും ആണുള്ളത്. കേരളത്തിലെ ഒരുവിധ എല്ലാ ജില്ലകളിലും ഈ കോഴ്സ് ഉണ്ട്. ഒരുവിധം നല്ല തൊഴിൽ സാധ്യതകളും ഉണ്ട്. 7ാമതായിട്ട് പറയുന്നത് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. സഹകരണ ബാങ്കുകളിൽ ജോലി ലഭിക്കാൻ ആവശ്യമായ യോഗ്യതയാണ് 10 മാസം ദൈർഘ്യമുള്ള JDC കോഴ്സുകൾ. 8ാമതായിട്ട് പറയാൻ പോകുന്ന കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി. തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ 1 വർഷ ദൈർഘ്യമുള്ള കോഴ്സാണ്. 100 സീറ്റാണ് ആകെയുള്ളത്. SSLC ആണ് യോഗ്യത. 9ാമതായിട്ട് പറയുന്നത് ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ആണ് പരിശീലനം നൽകുന്നത്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. 10ാമതായിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ 6 മാസത്തെ കോഴ്സാണിത്. ആകെ 41 സീറ്റാണ് ഉള്ളത്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. ഈ 10 കോഴ്സ് അല്ലാതെ വേറെയും പല നല്ല കോഴ്സുകളുണ്ട്. നിങ്ങളുടെ താല്പര്യം, അഭിരുചി, കഴിവ്, സാമ്പത്തിക സ്ഥിതി എന്നിവ അനുസരിച്ച്
നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.